കൊച്ചി നഗരത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും വീടുകളും കുറ്റവാളികളുടെ താവളമായി മാറുന്നു. നഗരത്തിൽ ആയിരക്കണക്കിന് വീടുകളും അപ്പാർട്ട്മെന്റുകളും കെട്ടിടങ്ങളുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളത്. കത്തി കാണിച്ച് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായ 3 പ്രതികളുടെയും വാസസ്ഥലം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളായിരുന്നു. നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ കണക്ക് സംബന്ധിച്ച് അധികൃതർക്കും വ്യക്തതയില്ല. മൂന്ന് വർഷം മുമ്പുള്ള കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 136,722 താമസ സ്ഥലങ്ങൾ. ഇവയിൽ വലിയൊരു ശതമാനവും കൊച്ചി നഗരത്തിലാണ്. എറണാകുളം സൗത്ത്, നോർത്ത്, കലൂർ, തമ്മനം, പാലാരിവട്ടം ഭാഗങ്ങളിലെല്ലാം വീടുകളും ബഹുനില കെട്ടിടങ്ങളും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ഉടമകൾ ആരാണെന്ന് പോലും അറിയാത്തതാണ് ഈ കെട്ടിടങ്ങൾ. അയൽവാസികൾക്കും ഉടമകളെക്കുറിച്ച് വിവരമില്ല. ഇത്തരം സ്ഥലങ്ങളാണ് കുറ്റവാളികൾ താവളമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പറമ്പുകളുമുണ്ട്. അതിൻ്റെ ഓണേഴ്സ് ആരാണെന്നോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ ആരോ എന്നോ സമീപവാസികൾക്ക് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം. അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ലഹരി മാഫിയുടെയും കേന്ദ്രങ്ങളായി കൂടി ഈ കെട്ടിടങ്ങൾ മാറുകയാണ്. മെയ് 5 നഗരത്തെ ഞെട്ടിച്ച പീഡനം നടന്ന കെട്ടിടവും പ്രതികളുടെ ഒളിത്താവളവും ഇത്തരം കെട്ടിടങ്ങളായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിമിനൽ കേസുകൾ പ്രതികളായവർ ഒളിച്ചു താമസിക്കാനെത്തുന്നതും ഇത്തരം കേന്ദ്രങ്ങളിലാണ്. പീഡനക്കേസിൽ പ്രതികളായ 3 പേരും മറ്റു ജില്ലകളിൽ ക്രിമിനൽ കേസുകൾ പ്രതികളായി കൊച്ചിയിലേക്ക് എത്തിയവരാണ്. 2021 സെൻസസ് നടക്കാത്തതിനാൽ താമസക്കാരില്ലാത്ത കെട്ടിടങ്ങളുടെ കണക്ക് ലഭ്യമല്ല. പോലീസും കോർപ്പറേഷനും റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായി ഇത്തരം കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. മുഹമ്മദ് റഫീഖ് തത്സമയ വിവരങ്ങൾ നൽകും. റഫീഖ്, അപ്പോൾ ഈ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ അത് കുറ്റവാളികൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അടുത്തിടെ നടന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ കണക്ക് ആരുടെയും കൈവശം ഇല്ല എന്നുള്ളത് കൂടി വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ഇനി തയ്യാറാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കോർപ്പറേഷന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ എവിടെ നിന്നാണ് റഫീഖ്? 2023 കേരള സർക്കാർ കെ ഹോം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ എല്ലാം ടാക്സ് നികുതി ഈടാക്കണം എന്നുള്ളത്. അത്തരത്തിൽ എടുത്ത കണക്കുകളിൽ നിന്നാണ് 136,000 വീടുകളും താമസ സ്ഥലങ്ങളും എറണാകുളം ജില്ലയിൽ ഒഴിഞ്ഞെടുക്കുന്നതായി കണ്ടെത്തിയത്. ഇതുപോലെ തന്നെ ടൂറിസം പദ്ധതികൾക്കായി ഇത്തരം വീടുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൊച്ചി കോർപ്പറേഷനും കേരള സർക്കാരും തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ കണക്കുകളെടുക്കുകയും പഠനങ്ങൾ നടക്കുകയും ചെയ്തെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോയില്ല. ഇപ്പോഴും അത്തരം വീടുകളും കെട്ടിടങ്ങളും എല്ലാം ഒഴിഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഭാർഗവി നിലയം എന്നറിയപ്പെടുന്ന ഒരു 9 നില ഫ്ലാറ്റിന് മുന്നിലാണ്. ഈ ഫ്ലാറ്റ് 25 വർഷം മുമ്പ് മരട് നഗരസഭയിൽ 25 വർഷം മുമ്പ് പണി ആരംഭിച്ച 9 നില ഫ്ലാറ്റാണ്. എറണാകുളത്തിന്റെ ചെരിഞ്ഞ കെട്ടിടം എന്നറിയപ്പെടുന്ന ഈ ഫ്ലാറ്റിന്റെ ഇതുവരെ 25 വർഷമായിട്ട് ഒരു താമസമല്ല. പക്ഷേ ഈ 25 വർഷമായിട്ടും ഈ ഫ്ലാറ്റിൽ ഒരുപാട് അസാൻമാർഗീയ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ ഫ്ലാറ്റിന്റെ എല്ലാ വാതിലുകളും ജനലുകളെല്ലാം എടുത്തു പോയിരുന്നു. ഇതിന്റെ ഉടമ ആരാണെന്ന് പോലും ഇപ്പോൾ കൃത്യമായ അറിവ് ആർക്കുമില്ല. ഒരു തമിഴ്നാട് സ്വദേശി ഇത് വാങ്ങി എന്നുള്ള അറിവ് ഉണ്ടെന്നല്ലാതെ മറ്റൊരു അറിവുമില്ല. 9 നിലയുള്ള ഈ ഫ്ലാറ്റിന് ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിനുള്ളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫ്ലാറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ളിൽ സ്ഥിരമായിട്ട് ആളുകൾ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയും മറ്റും എല്ലാത്തിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. വെള്ളവും വൈദ്യുതിയും ഇല്ലെങ്കിൽ പോലും പുഴയുടെ അടുത്താണ് ഈ ഫ്ലാറ്റ് എന്നുള്ളതിനാൽ തന്നെ വെള്ളം ഉപയോഗിച്ചും മറ്റും എല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായിട്ട് ഈ ഫ്ലാറ്റ് മാറിയിട്ടുണ്ട്. ഒരുപാട് കുറ്റവാളികൾ വന്ന് താമസിക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളത് വ്യക്തമാണ്. 9 നിലയുള്ള ഈ ഫ്ലാറ്റിലേക്ക് വളരെ എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയും. അതിൻ്റെ മുകളിലേക്കെല്ലാം ആളുകൾ കയറിപ്പോകുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് എറണാകുളം നഗരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത്. ഈ കെട്ടിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേസുകൾപ്പെട്ടവർ വന്ന് താമസിക്കുന്ന പോലും ഇത്തരം കെട്ടിടങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം കത്തിമുനയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിലെ 3 പ്രതികളും
ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ ക്രിമിനൽ കേസുകളിൽ, പോക്സോ കേസുകളിലും വധശ്രമ കേസുകളിലും അടക്കം പ്രതികളായവരായിരുന്നു. അത്തരം ആളുകളെ എല്ലാവരും പോയി താമസിക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിനും ഇവരെപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്നില്ല. എറണാകുളം നഗരത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ കൊച്ചി നഗരത്തിലേക്ക് വരുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. അയൽവാസികൾക്ക് പോലും ഇവർ ആരാണെന്ന് അറിയില്ല. ഇത്തരം കെട്ടിടങ്ങളുടെ ഉടമകളെ പറ്റി അറിയില്ല. പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകൾ ഉണ്ടാകുമ്പോൾ അന്വേഷിച്ചു പോകുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് ഇതിന്റെ ഉടമകൾ ആരാണ്, ഉടമകൾ എവിടെയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലും ഇല്ലെന്നും മനസ്സിലാക്കുന്നത്. ഇന്നലെ കുറ്റകൃത്യം നടന്ന ബ്ലൂ മോണ്ടെ ഹോട്ടൽ 10 വർഷമായി അടഞ്ഞിടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ അബ്ഗാരി ഗ്രൂപ്പിൻ്റെതായിരുന്നു ഈ ഹോട്ടൽ. 10 വർഷം മുമ്പ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അടച്ചുപൂട്ടുകയും പിന്നീട് ഒരു സ്വകാര്യ ബാങ്ക് ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 10 വർഷമായിട്ടും ആ കെട്ടിടം വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കെട്ടിടവും ഇതുപോലെ തന്നെ മയക്കുമരുന്ന് മദ്യ മാഫിയയുടെ കേന്ദ്രമായിരുന്നു. അതിലേക്കാണ് അറിയാതെ ഒരു പെൺകുട്ടിയും സുഹൃത്തും കൂടി കയറി ചെല്ലുകയും വലിയ രീതിയിലുള്ള പീഡനത്തിന് ഇരയാവുകയും ചെയ്തത്. പോലീസ് തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 3 പേരെയും 2 ദിവസത്തിനുള്ളിൽ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ആശ്വാസമുള്ളത്. ശരി റഫീഖ്, അത് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാവലൊരുക്കാനും തണലൊരുക്കാനും ഇങ്ങനെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്ക് കോർപ്പറേഷന്റെ കൈവശം പോലുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന കേസിലെ പ്രതികൾ പോലും ഇത്തരം സ്ഥലങ്ങളിലാണ് താമസിച്ചത് എന്നൊരു കണ്ടെത്തിയ സാഹചര്യത്തിലെങ്കിലും ഇത്തരം ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ അത് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അവിടങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കാര്യങ്ങളിലേക്ക് കോർപ്പറേഷൻ നീങ്ങണമെന്ന് തന്നെയാണ്. അപ്പോൾ